നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചാവാൻ കാർലോ ആഞ്ചലോട്ടിയെ സമീപിച്ചു എന്ന് തുറന്നു പറഞ്ഞത് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് പുതുതായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട പൗളോ മാൽദിനി തന്നെയാണ്. പെപ് ഗാർഡിയോളയെ മാത്രമല്ല ആഞ്ചലോട്ടിയെയും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ലാ ഗസറ്റ ഡെല്ലാ സ്പോർട്ടിനോട് പറഞ്ഞത്. അതോടുകൂടി ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായി. ആഞ്ചലോട്ടി എന്ത് തീരുമാനമെടുക്കും? ബ്രസീൽ വിട്ട് സ്വന്തം രാജ്യത്തിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം ഓടിയെത്തുമോ എന്നുള്ളതാണ് ചോദ്യം. 2030 വരെ ആഞ്ചലോട്ടിക്ക് ബ്രസീലുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളതാണ്. ഇപ്പോഴത്തെ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇക്കാര്യത്തിൽ വിവരം പുറത്തുവിടുന്നു. ആഞ്ചലോട്ടി തീരുമാനിച്ചു, ഇല്ല, ബ്രസീലിൽ തന്നെ തുടരാം എന്ന് തീരുമാനിച്ചു. ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഈ ഒരു താല്പര്യത്തിന് അദ്ദേഹം നന്ദിയും പറഞ്ഞു, താങ്ക് യു പറഞ്ഞു ഒഴിവാക്കി എന്നാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. എല്ലാവരും പറയുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് അപ്രോച്ച് ചെയ്തിരുന്നു. ഇത് ഇന്നലെ സംഭവിച്ച കാര്യമല്ല. ഇന്നലെയാണ് മാൽദീനി വെളിപ്പെടുത്തിയതെന്ന് മാത്രം. നമ്മൾ പെപ്പിൻ്റെ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. പക്ഷേ അതിന് മുമ്പ് തന്നെ ആഞ്ചലോട്ടി അവർ കോൺടാക്ട് ചെയ്തിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 2 ആഴ്ച മുമ്പ് തന്നെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ കാർലോ ആഞ്ചലോട്ടിയെ സമീപിച്ചിരുന്നു, ഇറ്റലിയുടെ കോച്ചാകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ആഞ്ചലോട്ടി മറുപടി കൊടുത്തു. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം തുടരാനാണ് തനിക്ക് താല്പര്യം. ഇറ്റലിയിൽ നിന്നുള്ള ക്ഷണത്തിന് അദ്ദേഹം നന്ദിയും പറഞ്ഞു. പക്ഷേ നിലവിൽ തൻ്റെ കോൺട്രാക്റ്റ് പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആഞ്ചലോട്ടി പോകുമെന്ന് ആരും കരുതണ്ട. ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ഉണ്ടാകും. അദ്ദേഹത്തിന് 4 വർഷത്തെ ഒരു വലിയ പ്രൊജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് അദ്ദേഹം ഭംഗിയായി പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ CBF ഇപ്പോൾ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് കോപ്പ അമേരിക്കയിൽ റിസൾട്ട് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.